ഇന്നലെ പിടിച്ച യൗവനയുക്തനായ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവനാ. പക്ഷെ ഇന്ന് ഈ പ്രാകൃതമായ വികൃതമായ രൂപം വഹിക്കപ്പെട്ട് നിൽക്കുന്നത് ആ മനുഷ്യന്. എന്തിനാ യേശു ഈ പങ്കപ്പാടെല്ലാം സഹിച്ചത്? ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചു. ഞാനും നിങ്ങളും ചുമന്നൊടിക്കേണ്ടതെല്ലാം യേശു നമുക്ക് വേണ്ടി വഹിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പങ്കപ്പാടും ഈ കഷ്ടതയും ഈ അടിയും ഉപദ്രവവും ഏറ്റത് കൊണ്ടാണ് ഇന്ന് രാത്രി ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുന്നത്. മരണം കൊണ്ട് വാനരകം നീയകറ്റി നിൻ മരണം സാധാരണ ഞങ്ങളവിടെ തിരുനേശിക്കൊക്കെ പാടുന്ന പാട്ടുകൾ. ലേഖ്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 22 അധ്യായം. ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളാണ്. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം ഭൂമിയുടെ. 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്ര കിടന്നു. 8-ാം അധ്യായം 7-ാം മുദ്ര പൊട്ടിക്കുക 4 കാഹളങ്ങൾ ഊതുന്നു. 9-ാം അധ്യായം യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച് ദൂതന്മാരെ അഴിച്ചുവിടുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ. വെളിപ്പാട് 12 സൂര്യധാരണിയായ സ്ത്രീ. വെളിപ്പാട് 13 സമുദ്രത്തിൽ കയറി വരുന്ന ഘോരവും ഭയങ്കരമായ മൃഗം. വെളിപ്പാട് 14 സിയോൻ മലയിൽ കുഞ്ഞാടിനോട് 144,000 പേര് നിൽക്കുന്നു. വെളിപ്പാട് 15 മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ട് പാടി വീണ പിടിച്ചു വൈദികന്മാർ പഴങ്ക നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് 16 7 ക്രോധകലശങ്ങൾ കൊണ്ടൊഴിക്കുന്നു. വെളിപ്പാട് 17 മർമ്മമഗതിയാം ബാബിലോൺ എന്ന് പറഞ്ഞ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. മനസ്സിലാകാൻ പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് 18 വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം 1 മണിക്കൂർ കൊണ്ട്. വെളിപ്പാട് 19 പ്രത്യാശയാ കുഞ്ഞാടിന്റെ കല്യാണം. വെളിപ്പാട് 20 നമ്മുടെ അധികാരമാണ് 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21 22 നിത്യത. ആരോട് പറയാം? പണ്ട് മത്തായിച്ചൻ പാടി ഉള്ളമേറുന്നേ ഉള്ളങ്കാൽ പൊങ്ങുന്നേ തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ. ഓ ഉള്ളമേറുന്നേ ഉള്ളങ്കാൽ പൊങ്ങുന്നേ തള്ളുമോ ഞാൻ. നിങ്ങൾക്ക് പാട്ടൊന്നും അറിയാൻ മേലായിട്ടാണോ അതോ എന്നെ കൊണ്ട് തന്നെ പാടിപ്പിക്കുമോ നിങ്ങൾ? നമ്മുടെ പ്രത്യാശ വലുതല്ലേ? സന്ധ്യനേരം വരുമോ പാതിരാത്രിയാകുമോ? സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ? ഓടി പോകും നേരത്തോ ഉഷസ്സിൽ വരുമോ? അവേ ഓടി പോകും. മേഘമതിൽ വരുന്നോ ആശയോടുണർന്നോ പാട്ടുപാടിന യേശുരാജൻ വേഗം. അന്ന് 2 നരന്മാർ വയലിൽ വേല ചെയ്തിരിക്കും. ഒന്നു ദൂതനെടുക്കും തോഴന കൈവടിയും തിരികല്ലിൽ പൊട്ടിക്കും. 2 നാരിജനങ്ങൾ തിരികല്ലിൽ പൊട്ടിക്കും. ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. ആ 7 ഇടികൾ മുടങ്ങി 7കൾ നടുങ്ങി. 7 ഇടികൾ ഓ നാമ വേരുമായ രാജ
അമ്മേ നാല് കാറ്റടിച്ചു നാല് പാടും ഓ നാല് കാറ്റടിച്ചു. അന്ത്യനേരം വരുമോ പാതിരാത്രിയാകുമോ കോഴി തൂക്കും നേരത്തോ ഉഷസിൽ വരുമോ ഓ ഉള്ളമുയരും ഉള്ള കാറ്റും തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ ഉള്ളമുയരും. ദൈവത്തെ ശ്രദ്ധിച്ച് എന്തോ വലിയ പ്രത്യാശയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒന്നാമത്തെയായി ഓർപ്പിച്ചല്ലോ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലാക്കി. ഇവിടെ ചെന്ന് കയറിയതാ, ചരിത്രമൊന്നും പറയുന്നില്ല. കർത്തൃ ദിവസത്തിൽ ആത്മ വിവശനായി, അവശനായെന്നല്ല വിവശനായെന്ന്. ഇപ്പൊ എല്ലായിടത്തും അവശതയാ. ആത്മാവിന്റെ ഒത്തോന്ന് തള്ളിയിടുക, പെണ്ണുങ്ങളെല്ലാം താണ്ടൊന്നിൻ്റെ വേണ്ടി ഒന്ന് മടങ്ങി കിടക്കുന്നു, മൈരയുടെ വീട്ടിൽ തങ്ങ കിടക്കുന്നു, അങ്കയുടെ വേണ്ടി ചിന്ന കിടക്കുന്നു. പിന്നെ ഉപദേശിമാരുടെ ഭാര്യമാർക്കായി ഇതിനെല്ലാം മെനക്കെട്ട് വലിച്ചു മാറ്റി എടുത്തോണ്ട് വേണം. ഭർത്താക്കന്മാർ ഓട്ടമായിട്ട് നിൽക്കുക, ഓട്ടക്കാരൻ്റെ കാശ് കൊടുക്കാറാ ഉരുണ്ട് വീണ് കിടക്കുന്നത്, അവനും പോയിട്ടില്ല. അത് നോക്കി നിൽക്കുക, അവൻ പറഞ്ഞ ചെന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഉടമ്പടാന്ന് വീട് കല്ലും ഈ 10, 60, 80 കിലോ ഉള്ള പെണ്ണുങ്ങൾ വീണാതെ എണ്ണം വല്ലതും ഇല്ലാതിരിക്കുമോ? ഉടവോന്ന് വീട് കല്ലുമോ? പിന്നെ അവസാനം അങ്ങ് അവശതയാണ്. അവസാനം പോക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭർത്താവ് ആ വീണപ്പം മുടിക്കെട്ടങ്ങ് അരിഞ്ഞു, 10 വീണല്ലോ. പണ്ട് ഉമാകേരളത്തിൽ ഉള്ളൂര് പറഞ്ഞതില്ല, ഉടൻ മഹാദേവി കിടത്ത് കയ്യാലടിഞ്ഞ വാർപ്പും കിടലും ഒതുക്കി. ഒരു കൈ ഉളുക്കിപ്പോയി ഉരുണ്ട് വീണപ്പം, പിന്നെ ഒരു കൈ ഉണ്ടാകും. ആ വരവൊക്കെ ഒന്ന് കാണും. ഉടൻ മഹാദേവി ഇടത്ത് കയ്യാലടിഞ്ഞ വാർപ്പും കിടലും ഒതുക്കി ഒലിച്ചവൻ കൊണ്ടൊരു നോക്കി വാശുദ്ധനാഥൻ പതിയോടൊലിച്ചു. മകൻ പരിക്കേറ്റ് മരിക്കരുത് മഹാരഥം ശിക്ഷനടുക്കലില്ലേ രാമൻ സകൽ സത്തമനാണ് പോലും വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വരും. പണ്ട് ഉള്ളൂര് പറഞ്ഞതുപോലെ ആ ഒരു കൈ കൂടിക്കിട്ട് വലിച്ചൊരു പോക്കുമുണ്ട്. പോയി ഓട്ടോയിലോട്ടാണ്ടങ്ങ് വീടുക. എന്നാ പോകാം മേരി, എൻ്റെ ഷാൾ ഉടങ്ങാനും കണ്ടെടുത്തോണ്ട് പോകാം, നിനക്ക് വരുന്ന പങ്കപ്പാട്. പണ്ട് അവൻ അവിടെ എല്ലാം ചാള് തപ്പി നടക്കുക. ഞങ്ങളുടെ മേരിയുടെ ചാള്, എന്നാൽ ഇതുപോലെ 3-4 ആൾക്കാരോട് നിൽക്കൊണ്ട് ചാള് തപ്പി. പിന്നെ ഒരു ചാളെടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പം നമുക്ക് എൻ്റെ വാച്ച ഉടങ്ങാനും കാണും. 10 വേണം അങ്ങോട്ട് തെറിച്ച് പോയതാ. അവൻ ആ പുല്ലുപ്പുറത്തെല്ലാം മാച്ചാപ്പി കിടക്കുക. ഇതൊരു ഗതികേടാന്ന് ഓർത്തു. ഞാൻ ആത്മവിവശതയ്ക്ക് എതിരല്ല. അന്ന് ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാകുന്നുണ്ട്. സഭ എടുക്കപ്പെടുന്നത് വരെ ആത്മാവിൽ വിവശത ഉണ്ട്. പക്ഷെ ഇന്ന് കാണിക്കുന്ന രീതികളല്ല. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ വിവശനായപ്പോൾ എന്തൊക്കെയാ വായിച്ചേ? 9-10 വാക്യം കൊണ്ട് വായിച്ചേ. യോഹന്നാൻ വെളിപ്പാട് 1:9-10 നിങ്ങളുടെ സഹോദരനും ഓടിച്ചു വായിച്ചു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം, ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്ന കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഓടിച്ചു വായില്ലേ? നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകളും എഴുതുന്ന കാഹളത്തിന്റെ ശബ്ദം എന്റെ പിറകിൽ കേട്ട് എന്നോട് സംസാരിച്ച് നാടകമെന്ന് കാണുമ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞോ സമയം പോയി. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയൊക്കെ ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. ഇത് യേശു ക്രിസ്തുവിന്റെ മഹത്വ തേജസ്കരിക്കപ്പെട്ട പ്രത്യക്ഷതയാണ്. സ്തോത്രം. അപ്പോ കർത്തൃ ദിവസത്തിൽ ആത്മാവിന്റെ വിവശത അന്നുകൊണ്ട് എന്നുകൊണ്ട് സഭയെടുക്കപ്പെടുന്നത് വരെ ഉണ്ട്. പക്ഷെ ഇനി കാണിക്കുന്നതൊന്നും അല്ല. ഇപ്പം വിവശത വന്ന് ഉരുണ്ട് വീണ് കിടന്നാൽ ഒന്നും അറിയുന്നില്ല, തലയും പൊട്ടി. നമ്മൾക്ക് എന്തോ പറ്റി എന്നാന്ന് എനിക്കും അറിയാൻ വേണ്ടി. ഇപ്പോഴത്തെ വിവശതയില്ല അങ്ങനെ. പക്ഷെ യോഹന്നാന് വിവശം വന്നപ്പം അവിടെ ഉണ്ട്, കാണും, കേൾക്കും, ഓർക്കും, അറിയും, എഴുതും. ഇതൊക്കെ നടക്കണം. അത് നടന്നില്ലെങ്കിൽ ശരിയായ ആത്മാവല്ല. പണ്ട് ഏജോമയിൽ പറഞ്ഞ പപ്പുപിള്ളയുടെ ആത്മാവാണ്. ഇപ്പൊ ഞാൻ എത്ര പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ കേൾക്കും,
ഓർക്കും, അറിയും, കാണും, എഴുതും, പറയും, ബോധമുണ്ട്. അപ്പൊ ഈ 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു എന്തോ സൗന്ദര്യമാണ് മുഖത്തോട്ട് നോക്കിയിട്ട്, അല്ലേ? എന്തോ പ്രഭയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമുണ്ട്, അനുഗമിക്കാന്ന് യേശുവിനെ അനുഗമിക്കണം. കാരണം മുഖത്തോട്ട് നോക്കിയാൽ കണ്ണു പറിക്കൽ എന്തോ സൗന്ദര്യമാണ്. 10,000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനാ ക്രിസ്തു. അതുകൊണ്ട് അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം. മുഖത്തോട്ട് നോക്കിയാൽ വെളിച്ചവും വെട്ടവും ഉണ്ട്, തന്നെ എല്ലാ തേജസ്സും ഉണ്ട്. ചിലതിനെയൊക്കെ കണ്ടാൽ നമുക്ക് പേടി വരും. ആ ഇരിപ്പും നോട്ടം എല്ലാം കണ്ടാൽ രാത്രിക്കാ കാണുന്നെങ്കിൽ കൊച്ചുപിള്ളാരൊന്നും കാണരുത്, 5-ാം വന്നി അത്രവും പേടിപ്പിച്ചു. ചിലതിനെ കണ്ടാൽ വെപ്രാളവും പേടിയും ഉണ്ടാകും. പക്ഷെ യേശുവിനെ കണ്ട ഒരു വെപ്രാളവും ഇല്ല. മുഖത്തോട്ട് നോക്കിയാൽ എന്തോ തേജസ്സാണ്. പണ്ട് മത്തായിച്ചൻ പണ്ടൊരു പാട്ട് പാടി, കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കാൺവാർഗദേവ, നിന്റെ കൂടെ വരും ഞങ്ങളെ കാൺവാർഗദേവ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കാൺവാർഗദേവ. അപ്പോൾ മത്തായി ജനാം മുഖത്തോട്ട് തിരുമുഖത്തോട്ട് നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കാം കോടി സൂര്യപ്രഭ. അല്ലാതെ പ്രഭ ഉണ്ടാകാൻ നമ്മളൊന്നും കൊണ്ട് കാണിക്കൊന്നും വേണ്ട. മനസ്സിലായി കാണുമല്ലോ. ചില പ്രഭയും കൊണ്ടൊന്ന് വന്നോട്ടെ. പ്രഭാമയന വിളിച്ചവാന്നല്ലോ. അപ്പൊ വരുമ്പോ ഇതിലങ്ങ് കോളുമല്ലോ. സ്തോത്രം. സാക്ഷാൽ വെളിച്ചമാ ക്രിസ്തു. കോടി സൂര്യപ്രഭ. അതുകൊണ്ടല്ലേ പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് കുളമൊക്കെ നോക്കിയെന്നാണ് പറ. പിന്നെ അവൻ്റെ മുഖത്തോട്ട് മുഴുവൻ ആൾക്കാരുടെ കാണും. കാരണം മുഖത്ത് അതുപോലെ തേജസ്സാണ്, എന്തോ സൗന്ദര്യമാണ്. സൈമൺ സാറ് പറഞ്ഞിരിക്കുന്ന മുഖത്തിൽ തേൻ ഇറ്റിറ്റ് വീടുന്നെന്ന്. തേൻ വായി നാന്നെ ലാവണ്യമാക്കും. അതുകൊണ്ടല്ലേ 2-3 ദിവസമൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന പോകുകയല്ല. വായിന്ന് വരുന്നത് നമ്മുടെ കൂടെ ഒരു സവായം കൂടുതൽ പിന്നെ ഞാൻ അവരോട്ട് വരുന്നില്ല. ആയാലും രാഗാലിക്കുകയും ചെയ്യുക. ഞാനങ്ങോട്ട് ചെല്ലു. പിന്നെ എങ്ങും പോകടമില്ല. ഞാൻ അവിടെ പോയി കുത്തിയിരിക്കുക 2 മണിക്കൂർ. യേശുവിൻ്റെ അടുത്ത് അങ്ങനെയല്ല, എത്ര മണിക്കൂർ ഇരുന്നാലും ഒരു മടുപ്പുമില്ലെന്നുള്ളതാണ്. ആരും അറിയരുതെന്നും പറഞ്ഞ് പോയാലും ആണെന്ന് വരിക. എന്തോ മകത്തുവാനായ ക്രിസ്തു. അപ്പൊ മുഖത്തോട്ട് നോക്കിയാൽ തേജസ്സും, വായിന്ന് വരുന്നത് ലാവണ്യമാക്കും. പിന്നെ വരുന്നവർക്കോ മുഴുവൻ പേർക്കും വിടുതലും. യേശുവിനടുക്ക വന്ന് കുഞ്ഞുങ്ങളോട് വരരുതെന്നോ അടുത്ത് വരരുതെന്നോ യേശു പറഞ്ഞിട്ടില്ല. എന്നെ തൊട്ട് ഞാൻ ഇപ്പം പരുവക്കേടായെന്നൊന്നും യേശു പറഞ്ഞില്ല. നീ എന്തിനാ ഇപ്പം എന്നെ തൊട്ടത്? എനിക്കിപ്പം ഇനിയിപ്പം വെളിയിലോട്ടിറങ്ങാൻ. ഒരു കൂലി തള്ള, ചെമ്മീൻ പോലിരിക്കുന്നൊരു തള്ള. ചെമ്മീനാണല്ലോ നല്ല കൂന്. ഉണക്കച്ചെമ്മീനാണ് കണ്ടമാനം കൂന. പച്ചച്ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടും. അപ്പോൾ ഉണക്ക എടുക്കാം. കൂന് ഊപ്പാട് വന്നൊരു തള്ള. അത് ആയുസ് നിവരാത്തതല്ല. യേശുവിനെടുക്ക വന്ന് ഇന്ന് വരെ നിവരാത്ത തള്ളുക. കർത്താവ് ആ സ്ത്രീയെ കൂലി അമ്മയെ തൊടങ്ങി പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം ഭക്ഷിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് 18 കൊല്ലമായിട്ട് തള്ള കൂനിരിക്കുക. രോഗബന്ധനം ഭക്ഷിച്ചെന്ന് പറഞ്ഞപ്പോൾ തള്ള കമ്പിവടി പോലെ നടന്നത്. കമ്പിവടി പോലെ. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥമാരുടെ കയ്യിൽ തള്ളെ കിട്ടുക. എന്നാൽ ഡ്രില്ല് കളിച്ച് തള്ളയുടെ ഊപ്പാട് വന്നേ. വരപ്രാർത്ഥന്മാരൊത്തിനുണ്ടല്ലേ. ഇന്നത്തെ വരപ്രാർത്ഥന സിസ്റ്റർ എത്ര കൊല്ലമായിട്ട് ഇങ്ങനെ കൂന് ഒന്ന് തള്ള പറഞ്ഞ 18 കൊല്ലമായി. ഇപ്പോൾ എന്തോ തോന്നുന്നത്. ഇപ്പൊ എനിക്കൊന്നും തോന്നുന്നില്ല. ഞാനിവിടെ വന്നിട്ട് വന്ന് ഓർത്തിങ്ങനെ
ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ തോന്നുന്നു സിസ്റ്റർക്ക്. അപ്പൊ ഈ സൗഖ്യമായത് കൊണ്ട് ഇവന്മാര് പറയത്തില്ല, ഈ ശീലികളാണ് പറയുന്നത്. ബ്രദറെ, ഈ സിസ്റ്റർ പാറശാലയിൽ നിന്ന് വന്നതാ, ഈ സിസ്റ്റർക്ക് 18 കൊല്ലമായിട്ട് പോന്. സിസ്റ്റർ എങ്ങനെ നോക്കി നിൽക്കുക, അവൻ എനിക്ക് വട പോലും തരുന്നില്ല എന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ പാറശാല, അതെ പാറശാല, ഈ സിസ്റ്റർ 18 കൊല്ലമായിട്ട് അവിടെ ഒരു യോഗത്തിൽ വന്ന് ഈ സിസ്റ്റർ. അപ്പൊ ഈ സിസ്റ്ററിന്റെ മറ്റേ സിസ്റ്റർ ആ സിസ്റ്ററുമായിട്ട് വന്നപ്പോൾ ഈ ബ്രദർ ആ ബ്രദറിനെ കൊണ്ടുവന്നു. ഈ ബ്രദർ എന്താണ് മരണം ഭ്രാന്തന്മാരില്ല ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ മെയിൻ ആള് വന്നു, സിസ്റ്റർ നിവർന്നാട്ടെ, തള്ള കുനിഞ്ഞാട്ടെ, നിവർന്നാട്ടെ, ഇനി നിവർന്ന് കുനിഞ്ഞിട്ട് വരെ പോകും. ആ തള്ള പിന്നെ ഒറ്റ യോഗത്തിന് വരിക. നീ തള്ള ഇട്ട് ഡ്രില്ല് കളിപ്പിക്കണ്ട, യേശു ഒറ്റ ഒരുത്തനെ ഡ്രില്ല് കളിപ്പിച്ചില്ല. ഓന് ഓപ്പാടെ വന്നത് അതുകൂടെ വരുന്നതിന്റെ ബന്ധനം അടിച്ചു അന്തസായിട്ടാണ് നടന്നു പോയത്. അവന്റെ അടുക്ക വരുന്നവർക്കെല്ലാം സൗഖ്യമാണ്. ഇന്ന് രാത്രി ആത്മമാനത്തോടെ വേദനയോടെ ഭാരത്തോടെ വന്ന നിനക്ക് അവൻ ശ്രമിക്കുന്ന ദൈവമാണ്. അവന്റെ അത്ഭുത ശക്തി സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ, രോഗബന്ധനം ഇന്ന് രാത്രി അടിയട്ടെ. ദൈവശക്തി 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 മഹത്വം 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 ദൈവത്തിന് മഹത്വം, യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം 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 കർത്താവിന്റെ മഹത്വം കർത്താവിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം. സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ, രോഗബന്ധനം ഇന്ന് രാത്രി അടിയട്ടെ, രോഗത്തിന്റെ വടിക്കളറിയട്ടെ, രോഗാണുകൾ ഒഴുകി പോകട്ടെ. അതിവേഗത്തിലുള്ള നവചനം. കർത്താവിനെ എടുക്കാൻ വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. 18 തള്ള അന്ധതായിട്ടാണ് പോയത്. അന്നേരം തണ്ട 12 വർഷമായിട്ട് രക്തസ്രാവം. ആളെല്ലാം കൂടെ വന്നപ്പോ ഈ തള്ള വേഗത്തെങ്ങാണ്ട് തൊടാനാ ചെന്നത്. തെള്ളു കാരണം തുണിയിലാവുന്നത്. പിന്നെ കർത്താവ് ഒന്ന് ചോദിച്ചു, എന്നെ തൊട്ടത്? ടീച്ചർമാർ പറഞ്ഞ് തൊട്ടെന്നോ, മുട്ടി വീണിട്ട് നടക്കാൻ മേല. എന്താ പറഞ്ഞ നിങ്ങൾ ഈ മുട്ടുന്ന തട്ടുന്നൊക്കെ ഫേസ്ബുക്ക് വരാനില്ലേ, വാട്സാപ്പിനകത്ത് വരാനില്ലേ, ഈ തട്ടം മുട്ടുമല്ലോ, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ ലഹരിയെ കൊടുക്കുന്നത് ദൈവത്തെ ആത്മഭാരമുണ്ടാണോ? നിങ്ങൾ ആത്മഭാരമുള്ള ഒരു കാര്യം ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇത് നോക്കി ആർക്കും ലഹരിയെ കൊടുത്തോളെ അത് വാട്സാപ്പിനകത്ത് ശിക്കടിയെ മാറ്റി നിർത്തിക്കാം. ഞാൻ കൊടുക്കുമ്പോൾ നീ എടുത്തോണം. ഞങ്ങൾ പരസ്യം നടത്താൻ പോകണം വണ്ടിയുടെ. അപ്പം ഞങ്ങൾ പരസ്യം നടത്തി ഞാൻ പ്രസംഗിക്കും, അവൻ പാടും, അല്ലെ ഇവിടെ പാടും. അന്നേരം നിങ്ങൾ ലൈവ് ഉദ്ദേശം എന്നാടാ? ദൈവത്തെ സ്നേഹിച്ചാണോ? എന്നാ ഇരുന്ന് പരുങ്ങുന്നത്? ഇതിന്റെ എല്ലാം നല്ല ഉദ്ദേശമാണെന്നേ. ഓക്കെ, കർത്താവാണ് പറഞ്ഞത്, നിങ്ങൾ ഈ തട്ടുക മുട്ടുക ചെയ്യുന്നത് ഉദ്ദേശം വേറെയാണ്. പക്ഷെ എന്നെ ഈ ആൾക്കൂട്ടത്തിൽ ആരോ വിശ്വാസത്തോടെ തൊട്ടിട്ടുണ്ട്. എന്നെ ആരോ ഇതിനകത്ത് വിശ്വാസത്തോടെ തൊട്ടു. ശിഷ്യന്മാർ ചോദിച്ചു, നിനക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു? ഇന്ന് രാത്രിയും അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും. അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടാൽ നിനക്ക് പൂർണ്ണ വിടുതലാണ്. സ്ത്രീ പേടിച്ചായിരുന്നത്. സ്ത്രീയോടത്തിന് ഇതന്നെ ഭൂലായല്ലോ, തൊട്ടു, ഇനിയിപ്പം അങ്ങേരും കുളിക്കണം, ഞാനും കുളിക്കണം, ഇനി കുളിച്ചാലും ഒരു കുഞ്ഞുങ്ങളെന്നെ അടുപ്പിക്കത്തില്ല. നിന്നോട് ആര് പറഞ്ഞിട്ട് ഈശോ മിശിഹായെ ചെന്ന് തൊടാൻ? ഞങ്ങളാരും ഇന്നുവരെ പുള്ളിനെ അങ്ങനെ എപ്പോഴും കയറി തൊടുന്ന ആളൊന്നും അല്ല. പുള്ളി അങ്ങനെ പ്രത്യേക സമയത്തെ കയറി തൊടാൻ പറ്റുള്ളൂ. നിനക്ക് എന്തുകൊണ്ടടി പ്രായം? അവർ പറഞ്ഞാണ് എനിക്കങ്ങനെ പ്രായം അനുസരിച്ച് വേണ്ടേ തൊടാൻ. ഈ പ്രായത്തുള്ളവരെല്ലാം ഇങ്ങോട്ട് തൊടാൻ വന്ന ഇവിടെ വെപ്രാളപ്പെട്ട് നിൽക്കുക, ഇനി ഭൂലാകുമല്ലോ എന്ന് ഓർത്ത്. യേശുവിൻ്റെ ഇടയ്ക്ക് ഏത് പ്രായക്കാർക്കും വരാൻ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരാം. അതിലെ കർത്താവ് പറഞ്ഞ ശിശുക്കളെ തടയരുത്, അവരെ കെട്ടിക്കാത്ത പെണ്ണുങ്ങൾ യേശുവിനൊക്കെ വന്നു. യേശു പറഞ്ഞു, പെണ്ണുങ്ങളാരും ഇങ്ങോട്ട്
മാർത്തേനെ കെട്ടിച്ചതാ വിധവയായിരുന്നെന്ന. മറിയ കല്യാണം കഴിച്ചതല്ല, വിധവയെ കല്യാണം കഴിച്ചല്ല. അപ്പൊ മാർത്തയും മറിയ എല്ലാം അടുത്ത് ഇരിക്കില്ലയോ? യേശു അടുത്തിരിക്കുന്നു, മാർത്ത എവിടെ ഇരിക്കുന്നെന്നാ? എന്നാ മാർത്തയുടെ അമ്മ ഇങ്ങോട്ട് വന്നാൽ മതി, മാർത്ത ഇപ്പം വരണ്ടെന്ന് യേശു. അമ്മയ്ക്കാന്നല്ലേ ഇപ്പം ഇച്ചിരി കൂടുതൽ പ്രായം, അമ്മ ഇങ്ങോട്ട് വരട്ടെ, മോളങ്ങ് മാറി നിൽക്കുന്നെന്ന് യേശു പറഞ്ഞില്ല. അമ്മയ്ക്കും വരാം, മോക്കും വരാം, കൊച്ചിനും വരാം, വല്യപ്പനും വരാം, വല്യമ്മയ്ക്കും വരാം, ഏത് പ്രായക്കാർക്കും വരാം, ഏത് പ്രായക്കാർക്കും വരാൻ യോഗ്യനാ ക്രിസ്തു. അതാ ഞാൻ പറഞ്ഞ, അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കും, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കും, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സ്ഥിതിയിൽപ്പെട്ടവർക്കും, രോഗിയാണോ, രക്തസ്രാവമാണോ, ഊനാണോ, അവ രോഗബന്ധനമാണ്, ഏത് വിഷയമാകട്ടെ, സകലത്തിനും യേശു പരിഹാരകൻ. ഹല്ലേലൂയ.